അങ്ങനെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12 മണിയാകുമ്പോഴത്തേക്കും കറക്റ്റ് ആവും. തീസിന്റെ തിരക്കിലായതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. എന്നാലും അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ 12 മണിയായതും അമ്മയുടെ വകയും ഇച്ചായന്റെ വകയും അപ്പന്റെ വകയൊക്കെ വിഷസ് എനിക്ക് കിട്ടി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് മട്ടൻ സൂപ്പും പുട്ടൊക്കെ കഴിച്ച് ഞാൻ വീണ്ടും എഴുതാനിരുന്നു. അങ്ങനെ കാടും പടലും ഇട്ടൊരു കൂട്ടം വന്നു. സത്യത്തിൽ ജനിച്ചിട്ട് ആദ്യമായിട്ടായിരിക്കും ഇത്രയും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ എൻ്റെ ലൈഫിലുണ്ടാവണം. അങ്ങനെ എൻ്റെ ബർത്ത്ഡേക്ക് എത്തപ്പെട്ട അപ്പുവിന്റെ തലവെട്ടൽ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തലവെട്ടിയ വിഷമം മാറാനായിട്ട് അപ്പുവിനൊരു ഫേസ് പാക്കും കൂടി ഇട്ട് കൊടുത്ത് ആ കളർ അവന് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നേരെ കുളിച്ച് പള്ളിയിൽ പോവാൻ റെഡിയായി. ക്രിസ്തുരാജന്റെ പെരുന്നാളും എന്റെ ബർത്ത്ഡേയും ഒരുമിച്ചായതുകൊണ്ട് തന്നെ പോണ വഴിക്ക് ഞങ്ങൾക്ക് അങ്ങനെ ആ സന്തോഷത്തിൽ തിരിച്ച് വീട്ടിലെത്തി കോസ്റ്റ്യൂം ഒക്കെ മാറി. അപ്പോഴേക്കും ഇവര് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്ത് എന്നാ പിന്നെ ഒന്ന് പോസൊക്കെ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് എന്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനത്തെ പോസൊക്കെ വന്നു. അങ്ങനെ അതും കഴിഞ്ഞ് കാര്യമായിട്ടൊരു കേക്കും നേരെ അൽറീമിൽ പോയി കുഴിമന്തിയും ഓരോ വഴി എടപ്പള്ളി പള്ളിയിൽ പോയി പുണ്യാളിനെയും കണ്ട് നേരെ വീട്ടിലെത്തി.